നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിധി. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പൊക്കെ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്, ദോശ ഉണ്ടാക്കാറുണ്ട്, പിന്നെ ഹൽവ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു റെസിപ്പിയൊന്നും അല്ലെന്ന് നമ്മൾ ചെയ്യുന്നത്. നാടൻ രീതിയിലുള്ള നുറുക്ക് ഗോതമ്പിനെ ഒന്ന് മോഡേൺ രീതിയിലാക്കിയെടുക്കാണ്. സാധാരണയായിട്ട് ഞങ്ങളിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിക്കാറ്. അപ്പം അങ്ങനെ എപ്പോഴും ഉപ്പുമാവ് ഇങ്ങനെ കഴിച്ചിട്ട് അതിൽ നിന്ന് വേറെ രീതിയിലൊന്ന് ചിന്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അത് നുറുക്ക് ഗോതമ്പ് അത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഈ റെസിപ്പിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പേര് ഉണ്ടാക്കി നോക്കിയിട്ട് അത് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളത് കുക്കർ ഉപയോഗിച്ചിട്ടാണ് വേവിക്കുന്നത്. കുക്കറിലോട്ട് ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിലേക്കായിട്ട് നമ്മളിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതാകെ വെന്ത് കുഴഞ്ഞു പോവും. അതായത് കുഴഞ്ഞിരിക്കും പിന്നെ നമ്മൾ കുക്കറിൽ പ്രഷറൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോവാതിരിക്കാൻ നോക്കുക. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് തന്നെ ചേർത്താൽ മതി, കൂടി പോകരുത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതിയാവും. ഒരു വിസിലടിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുക്കറിൽ ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിലൊരു തുള്ളി വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റാണ് വെള്ളം ഒഴിച്ചതെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒലർന്നിരിക്കും. അതായത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ, വെള്ളമൊന്നും ഇല്ലാവാത്ത രീതിയിലാണ് ഇത് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ടോ ഒന്ന് ഒലർത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് കാണിച്ച് അതൊന്ന് കട്ട പിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതൊന്ന് കട്ടകളൊന്ന് വിരിപ്പിച്ചെടുത്താൽ മതി. നുറുക്ക് ഗോതമ്പ് ഇതുപോലെ വളർത്തിയെടുത്ത ശേഷം ഇനി ഇതിലേക്കായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാത്രം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ റെസിപ്പിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ റിഫൈൻഡ് ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടായാലും നിങ്ങൾക്ക് ചേർക്കാം. 1 ടീസ്പൂൺ എടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നുറുക്ക് ഗോതമ്പിൽ ഒന്ന് ഉപ്പ് നോക്കണം. അതിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റമൊക്കെ വരുത്താം, കൂട്ടി കുറയ്ക്കുക എന്താണെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു പച്ചമുളക് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള വഴറ്റിയിട്ട് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സവാള ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു മീഡിയം സൈസിൽ വരുന്ന തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഇതുപോലെ വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 കപ്പ് ക്യാരറ്റാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായി അരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് അങ്ങനെ പോകണ്ട, ഒന്നൊന്ന് വാടി വന്നാൽ മതിയാവും. ക്യാരറ്റ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്കാക്കി വെക്കുക. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിന്നീട് അതിൽ ചേർത്ത് കൊടുക്കാം. അത് കൂടി പോയി കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പിക്ക് ഗരം മസാലയുടെ ആ കുത്തലുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക.
പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. അങ്ങനെ 1 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഇതിലോട്ട് ഇനി സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ മുഴുവനായിട്ടും സോസ് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ കുറച്ച് നോക്കി ചേർത്ത് കൊടുക്കണുള്ളൂ. എന്നിട്ട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പിന്നീട് മുഴുവനായിട്ട് ചേർക്കണുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. 10 സെക്കൻഡിന് ശേഷം ഇതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണം വരുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അല്ലാതെ കൂടുതൽ നേരം അത് വെന്ത് പോണ വരെ ഒന്നും അതിൻ്റെ കളർ മാറുന്ന വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതിന് ശരിക്കും ആ പച്ച കളർ മാറാൻ പാടില്ല. ഒന്ന് വഴറ്റുമ്പോൾ തന്നെ ഒരു മണം വരും ക്യാപ്സിക്കത്തിൻ്റെ. ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നുറുക്ക് ഗോതമ്പ് വേവിച്ച് വെച്ചതില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നുറുക്ക് ഗോതമ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് എല്ലായിടത്തും ഈ ക്യാപ്സിക്കം പച്ചക്കറികളും ആ മസാലപ്പൊടികളും ആ സോസൊക്കെ കൂടി വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ പൊടികൾ ഇടാൻ തുടങ്ങിയില്ല അപ്പം മുതൽ ഈ നുറുക്ക് ഗോതമ്പ് ഇടണ വരെ, അതായത് മിക്സ് ചെയ്തെടുക്കണ വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായിട്ട് നമുക്ക് സോസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുഴുവനായിട്ട് ആ സമയത്ത് ചേർക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ബാക്കി ചേർക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറിനായിട്ട് അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്ന് വെച്ചാൽ ഈ സമയത്ത് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സോസുകളൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സോസുകളിലൊക്കെ ഉപ്പ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒഴിവാക്കാണ്ട് നിങ്ങൾ ചേർക്കേണ്ട ഒരു സാധനമാണ്. മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരിക. മല്ലിയിലും ക്യാപ്സിക്കം നിങ്ങൾ എന്തായാലും ചേർക്കണം. സോസും എന്തായാലും ചേർക്കണം. പിന്നെ മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം മല്ലിയിലൊരു ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ വേണമെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തീരുമാനിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അധികം സമയമൊന്നും മെനക്കിടാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 20 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരു സമയത്ത് കുക്കറിൽ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കുക. പിന്നെ മറ്റേ അടുപ്പിൽ നമ്മൾ ഈ മസാലകളൊക്കെ തയ്യാറാക്കിയെടുക്കുക. അങ്ങനെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനും കുറഞ്ഞ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങളുടെ ഓരോരുത്തരെയും സ്പീഡ് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കമൻസ് ഒക്കെ അറിയിക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.